ജനപ്രാതിനിധ്യ നിയമം 123 അനുച്ഛേദം 3 കൃത്യമായി വ്യക്തമാക്കുന്നു. ദൈവം, മതം, ജാതി, സമുദായം, വർഗം എന്നിവ ഉപയോഗിച്ച് വോട്ട് തേടുന്നത്, വോട്ട് ചോദിക്കുന്നത് ചട്ടലംഘനമാവുകയും അത് അഴിമതിയുടെ ഗണത്തിൽ പെടുകയും അത്തരക്കാർ അയോഗ്യരാക്കപ്പെടുകയും ചെയ്യുമെന്ന് ഈ നിയമം കൃത്യമായി വെളിപ്പെടുത്തുന്നുണ്ട്. ഈ നിയമത്തെ മുന്നിൽ നിർത്തി നോക്കിയാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗം എൻ്റെ അയ്യന് വേണ്ടി, എൻ്റെ അയ്യനെ സംരക്ഷിക്കാൻ വേണ്ടി എനിക്ക് വോട്ട് നൽകൂ എന്ന് പറഞ്ഞത് ദൈവത്തെ മുന്നിൽ നിർത്തി വോട്ട് ചോദിച്ചതാണ്. ദൈവത്തെ മുന്നിൽ നിർത്തി വോട്ട് ചോദിച്ചു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ദൃശ്യം തന്നെയാണ്. അതായത് ജനപ്രാതിനിധ്യ നിയമം 123(3) അനുച്ഛേദം പറഞ്ഞതിൽ കൃത്യമായിട്ടുള്ള ഒരു ലംഘനം സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ട്. അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ ഈ ദൃശ്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടി ആദ്യഘട്ടത്തിൽ കൈക്കൊള്ളുകയായിരുന്നു ടി വി അനുപമ ഈ ദൃശ്യം പരിശോധിക്കുകയും പ്രഥമ ദൃഷ്ടിയിൽ ചട്ടലംഘനം നടത്തി എന്ന് കാണിച്ച് ടി വി അനുപമ സുരേഷ് ഗോപിക്ക് ഒരു നോട്ടീസ് അയക്കുന്നു. സുരേഷ് ഗോപി ഈ വിഷയത്തിൽ എന്ത് വിശദീകരണം നൽകും എന്നുള്ളത് പൊതുജനങ്ങൾക്കിടയിൽ വലിയൊരു ആശങ്കയായിരുന്നു. ഒടുവിൽ ആ വിശദീകരണവും ആ മറുപടിയും കടന്നു വന്നു. എന്നാൽ ഈ മറുപടിയിൽ തിരഞ്ഞെടുപ്പ് ഓഫീസർ അല്ലെങ്കിൽ വരണാധികാരി തൃപ്തികരമാണോ എന്നുള്ള ഒരു കാര്യത്തിൽ ടി വി അനുപമ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ തയ്യാറായില്ല. അനുപമയുമായി മാധ്യമ സംഘം ബന്ധപ്പെട്ടപ്പോൾ, പബ്ലിക് കേരള അടക്കം ബന്ധപ്പെട്ടപ്പോൾ നൽകിയ വിവരം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ കൃത്യമായി ഒന്ന് ആലോചിക്കാനുണ്ട്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഓഫീസറുമായി ചർച്ച ചെയ്യാനുണ്ട്, എന്നിട്ട് ഒരു വിശദീകരണം നൽകും, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു വ്യക്തത നൽകും എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ടിക്കാറാം മീണ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, അതായത് സുരേഷ് ഗോപിയുടെ ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ജില്ലാ ഭരണാധികാരിയായിട്ടുള്ള ജില്ലാ കളക്ടർ കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഈ വിഷയത്തിൽ എടുക്കും, കൃത്യമായിട്ടുള്ള നടപടി ഈ വിഷയത്തിൽ കൈക്കൊള്ളും എന്നുള്ളതാണ് ടിക്കാറാം മീണ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അനുപമ പറയുന്നു, ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെടേണ്ടതുണ്ട്, അവരോട് സംസാരിച്ചതിന് ശേഷമേ നടപടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. ജനപ്രാതിനിധ്യ നിയമം ലംഘിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അതായത് ദൈവത്തെ മുന്നിൽ നിർത്തി, അയ്യപ്പനെ മുന്നിൽ നിർത്തി വോട്ട് ചോദിച്ചു എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഇപ്പോൾ നടപടിയെടുക്കാൻ വൈകുന്നതിൽ ചില സംശയങ്ങൾ ബലപ്പെടുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം അനുപമയ്ക്കോ ടിക്കാറാം മീണയ്ക്കോ ആരെങ്കിലുടെയും സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നോ എന്നുള്ള ഒരു കാര്യം. കാരണം ലീഗിനെ വൈറസ് എന്ന് വിളിച്ച, മുസ്ലിം ലീഗിനെ വൈറസ് എന്ന് വിളിച്ച യോഗി ആദിത്യനാഥിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 ദിവസത്തെ വിലക്ക് നൽകിയിരിക്കുകയാണ്. എന്നാൽ അയ്യപ്പനെ മുന്നിൽ നിർത്തി വോട്ട് ചോദിച്ച സുരേഷ് ഗോപിക്ക് ഒരു രീതിയിലുമുള്ള നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് എത്രത്തോളം പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ ചൂണ്ടിക്കാണിച്ചത് എന്തെന്ന് വെച്ചാൽ, ഉത്തരേന്ത്യയിൽ പോലും അങ്ങനെയുള്ള നടപടി ഉണ്ടാകുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടത് ബാധ്യതയാണ്. ഇനി എപ്പോഴാണ് നടപടി ഉണ്ടാകുന്നതെന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു തരേണ്ടതാണ്. കാരണം ആദ്യഘട്ടത്തിൽ വലിയ ഓളമായിരുന്നു. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വേട്ടയാടുന്നു, ശോഭാ സുരേന്ദ്രനെ നിലക്ക് നിർത്തുന്നു, സുരേഷ് ഗോപിയെ നിലക്ക് നിർത്തുന്നു, സുരേന്ദ്രനെ നിലക്ക് നിർത്തുന്നു, BJPയുടെ നേതാക്കന്മാരെ നിലക്ക് നിർത്തുന്നു എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ഒരു തരംഗം ടിക്കാറാം മീണ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ആ തരംഗത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ തീർച്ചയായും സംശയം ബലപ്പെടുന്നു. കാരണം ഇനി എപ്പോഴാണ് സുരേഷ് ഗോപിക്ക് നടപടി നേരിടേണ്ടി വരുന്നത്? തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വിലക്ക് പോലും നൽകാൻ തയ്യാറായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഏറ്റവും ചുരുങ്ങിയ കാര്യം എന്ന് പറയുന്നത് വിലക്കാണ്. ആ വിലക്ക് പോലും നൽകാതെ നിൽക്കുന്നതിൽ ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ്. കാരണം കേന്ദ്രത്തിന്റെ ഒരു സമ്മർദ്ദം ഇവർക്ക് മേലിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ, അതായത് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സെൽസ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.